കർത്താവ് തോമസിനെ സന്ദർശിക്കുന്നു. ജീസസ് അപ്പിയേഴ്സ് ബിഫോർ തോമസ്. നമ്മൾ ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. അതിൽ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അതുകൊണ്ട് പത്രോസിനെ 3 പ്രാവശ്യം തിരിച്ചു പറഞ്ഞ് എടുപ്പിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ തോമസ്ലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് ഇവരെല്ലാം കർത്താവിൻ്റെ കൂടെ നടന്നവരാണെന്ന് ഓർക്കണം. കർത്താവിൻ്റെ കൂടെ നടന്ന് എങ്കിൽ ഇവർക്കെല്ലാം ഉള്ളിൽ ഭയമുണ്ട്. നമുക്കാണതാണത് ജഡം നമ്മുടേത് ശക്തമായിട്ട് ആത്മാവിനെക്കാട്ടിലും നിൽക്കുന്നു. അപ്പോൾ എന്നാൽ ഈ ജഡീക ശക്തികളിൽ ജഡചിന്തകളിൽ വരുമ്പോഴേ ഇന്ദ്രിയങ്ങളിലാണ് നമ്മളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ രോഗമുണ്ട്, രോഗിയായ ഒരു വ്യക്തിയോട് നിനക്ക് രോഗമില്ല എന്ന് നമ്മൾ എന്ന് ആത്മാവിൽ പറയുകയാണ്. ദൈവം പറഞ്ഞിട്ടാണ് ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങളുടെ രോഗം സൗഖ്യമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല നിങ്ങൾക്ക് നാളെ തന്നെ ഓപ്പറേഷൻ വേണം. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും അവർ ആ ഡോക്ടർ പറയുന്നതേ വിശ്വസിക്കത്തുള്ളൂ. കാരണം ആ ഇന്ദ്രിയങ്ങളിൽ കൂടെ കാണുന്നതിൽ കൂടെ അങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചവർക്ക് ദൈവം പറയുന്നതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ അറിഞ്ഞുകൂടാ. എന്നാൽ ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടും ദൈവം പറയും അത് പറയുന്നത് ഓപ്പറേഷൻ ആവശ്യമില്ല, അതനുസരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ആത്മാവിൽ അപ്പോൾ കേട്ടെങ്കിൽ അവിടെ രോഗസൗഖ്യം നടന്നും കഴിഞ്ഞു. ഞാൻ അതേപോലെ ഒരു സമയത്ത് എടുക്കുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ജീവിച്ച കാലത്താണ് ഞാൻ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കേസിന് വേണ്ടി വളരെ പൈസ നമ്മൾ ഇട്ടിട്ട് അത് അപ്പാടെ നമ്മളെ ചതിക്കുകയാണ് ചെയ്തത്. അപ്പം തന്നെ ഹൈക്കോടതി പോയി കേസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ നമ്മൾ കാറെടുത്ത് ഇറക്കാനായിട്ട് പോകുമ്പം കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു, ആശ്രയിപ്പാൻ ആരുമില്ലാത്തതിനാൽ രാജാവിൻ്റെ ഹൃദയം വ്യസനിക്കുന്നു. ഇത് അമ്മ ഞങ്ങളെ പ്രാർത്ഥിച്ച് വിടാനായിട്ട് പോവുകയാണ്. ഡ്രൈവർ കാറും ഒക്കെ എടുത്ത് പോകാനായിട്ട് എനിക്കാണെങ്കിൽ ഹൈക്കോടതിയിൽ എല്ലാവരെയും അറിയുകയും ചെയ്യാം. എന്നാൽ പോയിട്ട് കാര്യം അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ചു പോയി. പക്ഷേ ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു, ആശ്രയിപ്പാൻ ആരുമില്ലാത്തതിനാൽ രാജാവിൻ്റെ ഹൃദയം വ്യസനിക്കുന്നു. അമ്മ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഡ്രൈവറിന് പറഞ്ഞു കാറ് തിരിച്ച് കയറ്റാൻ പറഞ്ഞു. കാറ് പോകണ്ട എന്ന് നിങ്ങൾ പോവുകയും പറഞ്ഞു. പിന്നെ നമ്മൾ പോയിട്ടില്ല. ആ പ്രശ്നം പിന്നെ വർഷങ്ങളോളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എൻ്റെ പരിഹരിച്ചു വന്ന് പിന്നെയും കിടപ്പുണ്ട്. പക്ഷെ അന്ന് പോകണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇന്നും എനിക്കൊരു മാർഗദർശനമാണ്. കാരണം എന്തെങ്കിലും കാര്യത്തിന് പല കാര്യങ്ങൾ ഇതുപോലെ പോകാൻ ദൈവം അവസാന നിമിഷത്തിൽ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കും പോകണ്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് ആത്മാവ് തോന്നിക്കും പോകണ്ടെന്ന്. പലപ്പോഴും ആത്മാവ് നമ്മളോട് നേരിട്ട് പറയുന്നു. അപ്പോൾ എൻ്റെ അമ്മ അത്ര ധൈര്യമായിട്ട് നിന്നതുകൊണ്ട് എന്നോട് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പോയില്ല. പോയാൽ വെറുതെ പോയി അവിടെ കാശ് കൊടുക്കാമെന്നല്ല ഒരു ഗുണം ഉണ്ടാകത്തില്ലായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടോ? ഉണ്ട്. വേദപുസ്തകത്തിൻ്റെ വാക്യമാണോ? അല്ല. പക്ഷേ ദൈവത്തിൻ്റെ സംസാരം ശക്തമായിട്ടും ദൈവത്തിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് അമ്മയോട് സംശയം വരുമ്പോൾ അമ്മ പറഞ്ഞു ഇനി പോകണ്ടെന്നും പറഞ്ഞു. 2 പേര് ഏക മനസ്സോടുകൂടി നിന്നപ്പം ദൈവശബ്ദം എത്ര വ്യക്തമായിട്ട് കേട്ടു. ഇപ്പോൾ തോമസിന് ഇതാണ്. ശിഷ്യന്മാരെല്ലാം കണ്ടെന്ന് പറഞ്ഞു. ആരെ? ഉയർത്തെഴുന്നേറ്റ് യേശുവിന്. ആദ്യം മഗ്ദലക്കാരത്തി മറിയ കണ്ടു. അതൊരു സ്റ്റോറിയാണ് ഇല്ലേ? ഈ മഗ്ദലക്കാരത്തിക്കാർ മറിയ കണ്ട ഭാഗ്യം 20-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു യോഹന്നാൻ്റെ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് അത് യേശുവിന് മരിച്ചവരിൽ നിന്ന് ഈ മറിയ ചെന്ന് ശിഷ്യന്മാരും കൂടെ ചെന്ന് ദൈവത്തിനെ കാണാനായിട്ട് നടന്ന് അവിടെ യേശു ഇല്ല. അപ്പോൾ അവരെല്ലാം തിരിച്ചങ്ങ് പോയി. എന്നാൽ മറിയ ഇങ്ങനെയാണ് തുടക്കം ഇവിടെ 20:11 എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അവർ പോയില്ലെന്ന്. ഈ ധൃതി പിടിച്ച് ഓടുന്ന സ്വഭാവമുള്ളവർക്ക് പല അനുഗ്രഹങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അവിടെ പോയി കുറച്ച് നേരം അവിടെ നിന്ന് അതിനൊരു പ്രത്യേക കൃപ വേണം. ചിലർക്കതുണ്ട്. അത് നല്ല ക്യാരക്ടർ. കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാം അറിഞ്ഞ് ഒന്നിനും അവർക്ക് ബഹളമില്ല. ഈ ബഹളമുള്ളവർക്ക് എല്ലാത്തിനും ബഹളമാണ്. കാശ് കൊടുക്കുന്നതല്ലേ നന്മ ചെയ്യുന്നവർ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. പിശുക്കർ എന്നും പിശുക്കരായിരിക്കും. ഹാവ് യു നോട്ടീസ് ദാറ്റ്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരെല്ലാം പോയി കഴിഞ്ഞിട്ടും ഇവിടെ ഒരാൾ മാത്രമേ ഇരിപ്പുണ്ട്. ആരാണ്? ഈ മഗ്ദലക്കാരൻ. മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുണ്ട്. കരയുന്നിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ നിൽക്കുന്നു. സ്ത്രീയെ നീ കരയുന്ന എന്തിന്? എൻ്റെ കർത്താവിനെ അപ്പം എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. യേശു ഇത് അറിഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അകത്ത് 2 ദൂതന്മാർ സ്ത്രീയെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇതൊക്കെ
ദൂതനും മനുഷ്യനായിട്ടൊക്കെ സംസാരിക്കാന്നൊക്കെ പറയുന്നത് ഈ അടുപ്പമുള്ള ദൈവത്തെ അടുപ്പമുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയാ ഒരു ദൂതൻ്റെ ശബ്ദം കേട്ടു, എങ്ങനെയാ ഒരു ദൂതനെ അറിഞ്ഞു? നമുക്കറിയാതെ ഒത്തിരി സത്യങ്ങളില്ലേ? നമ്മളത് സ്വപ്നം കണ്ടാന്ന് പറയാൻ ഒക്കുമോ? എന്ത് മനോഹരമായിട്ടല്ലേ കർത്താവ് അത് കഴിഞ്ഞിട്ട് തന്നെ യേശു അവിടെ നിൽക്കുന്നു. യേശു അന്ന് അവൾ അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്ന എന്ത്, ആരെ തിരയുന്നതെന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ കൊണ്ടുപോയെന്ന് അറിയിക്കുക. ഉടനെ യേശു തിരിച്ചു ചോദിക്കുന്നു, മറിയേ എന്നൊരു വിളി വിളിക്കുകയാണ്. ആ വിളി കേട്ടുടനെ എബ്രായ ഭാഷ റബ്ബൂനി എന്ന് പറഞ്ഞു, എനിക്ക് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്. അപ്പോൾ യേശുവിനെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ നേരിട്ടിപ്പം കാണാൻ ഇവിടെ അവസരം കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടോ? എന്നാൽ ആത്മീയ തലത്തിൽ മനസ്സിലാക്കുന്നതാണ് ഉറച്ചു നിൽക്കുന്നത്. കർത്താവ് വിളിച്ചപ്പോൾ അവിടെ അന്തരാത്മാവ് ഉണർന്നു. അതുവരെ തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത്. അത് ശബ്ദത്തിൻ്റെ, ദൈവശബ്ദത്തിൻ്റെ ഇഫക്റ്റ് കണ്ടോ? ദൈവമാണ് വിളിക്കുന്നതെന്ന്. പിന്നെ നമുക്കറിയാം, രാത്രികാലം നമ്മളെ ദൈവം വിളിക്കുന്നെങ്കിൽ നമുക്കറിയാം ആരാ വിളിക്കുന്നതെന്ന്. അത് ആർക്കും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ദൈവമാണോ വിളിച്ചതെന്ന് നമ്മുടെ അന്തരാത്മാവ് നമ്മളോട് പറയണം. അത് ഉറപ്പിക്കണം വചനം വെച്ച്. അങ്ങനെ അവിടെ ഇന്ദ്രിയത്തിന് കർത്താവ് കാണിച്ചു കൊടുത്തവരെ. എന്നാൽ തോമസിൻ്റെ കാര്യത്തിൽ തോമസിനെ തൊടണം, എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കർത്താവിനെ കുറിച്ച് എവിടെ പറയുന്നു? തോമസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു ഞങ്ങൾ യേശുവിനെ കണ്ടു. അപ്പോൾ തോമസ് പറയുന്നത് എന്തുവാണ്? യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിയോസ് എന്ന തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ്. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. കാണണം, കൈ കൊണ്ട് തൊടണം, ശബ്ദം കേൾക്കണം. ഇത്രയും കാര്യം നിർബന്ധം പറഞ്ഞു. ഉടനെ ഒന്നും ഉത്തരം കിട്ടിയില്ല. തോമസ് ഇന്ദ്രിയങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യാണ്. 5 പഞ്ചേന്ദ്രിയങ്ങളിലാണ് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതൊരു വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനാണ് വിശ്വാസികളെ സംബന്ധിച്ച്. വി ഹാവ് ടു ഗ്രോ എബവ് ഇറ്റ്. പക്ഷേ ദൈവം അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കുക, 8 ദിവസം കഴിഞ്ഞിട്ട് പിരിഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ്. പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. ഓൾ ദീസ് ആർ ഇന്ദ്രിയങ്ങളല്ലേ? അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളെ കുറ്റമല്ല പറയണ്ടേ. ഈ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അടിമയായിട്ട് മാറണം. ഇന്ദ്രിയങ്ങളല്ല നമ്മളെ ഭരിക്കേണ്ടത്. പക്ഷെ സ്റ്റിൽ എന്നിട്ടും ദൈവം അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അത് കണ്ണുകൊണ്ട് കണ്ടോ, നീ എന്നെ തൊട്ടോ. പക്ഷെ ദൈവം എന്താ താക്കീത് കൊടുത്തെന്ന് കണ്ടോ? ദൈവം പറയുന്നു അവിശ്വാസി എന്നാണ് വിളിച്ചത്. ഇതാണ് ഈ നമ്മൾ വിശ്വാസികളെന്ന് പറയുമ്പോൾ നമ്മളെ സത്യം പറഞ്ഞാൽ അവിശ്വാസി എന്ന് ചിലപ്പോൾ വിളിക്കേണ്ടി വരും. കർത്താവ് ഇത്രയും വെളിപ്പെടുത്തി തന്നിട്ട് നമുക്ക് വിശ്വാസം ചില കാര്യങ്ങളില്ല. കർത്താവ് തോമസിനെ അവിശ്വാസി എന്നാണ് വിളിച്ചത്. ശരിയാ, ഞാൻ എൻ്റെ നിലാപ്പുറത്ത് നീ തൊട്ടോ, എൻ്റെ നെഞ്ചത്ത് നീ തൊട്ടോ, എൻ്റെ കയ്യെ തൊട്ടോ എന്നൊക്കെ പറഞ്ഞെങ്കിലും വിളിച്ചത് എന്താന്ന്? തോമസ് എന്നല്ല, അവിശ്വാസി എന്നാണ് പറഞ്ഞത്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ദൈവം ചിലപ്പോൾ നമ്മൾ കർത്താവ് എൻ്റെ സ്ഥിതി, എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് എന്നെ ഒന്ന് അറിയിക്കണം, നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം നമ്മൾ മോളെ ആ ഏരിയ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യണം പറഞ്ഞു തരും. കർത്താവ് വിശ്വസ്തനല്ലേ? പക്ഷെ നമ്മൾ ചോദിക്കണം, അടുത്ത് ചെന്നിരിക്കണം. കർത്താവ് പിന്നെയും പറയുന്നെന്താ? തോമസ് അവനോട്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമായുള്ളവ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇതാണ് വിശ്വാസ ജീവിതത്തിന്. കണ്ടുകൊണ്ട് വിശ്വസിച്ചത് നല്ലത്, കാരണം അതിനെ കാണാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി. പക്ഷെ പലപ്പോഴും ഓർക്കണം, വിശ്വാസ ജീവിതം കാണുന്നതല്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി ആകാശത്തെയും ഭൂമിയും ഭൂതലത്തെയും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് കണ്ണടച്ച് ഉറച്ച് വിശ്വസിച്ച് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് ജയമുണ്ട്. അത് ഈ 5 ഇന്ദ്രിയങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കണ്ണുപൊട്ടന്മാർ കൂടുതൽ പെട്ടെന്ന് വിശ്വസിക്കും. രോഗമുള്ളവന് തളർവാദിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ കാഴ്ചയല്ല വിശ്വാസം കണ്ടിട്ട് ദൈവം പിന്നെ ശൂന്യംകാരത്തി സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട്, ഇവിടെയൊക്കെ വിശ്വാസമാണ്.
ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ ചെപ്പിനകത്ത്, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലെ ആത്മാവിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. അത് കർത്താവിൻ്റെ ആത്മാവ് തന്നെയാണ്. ഇത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവില്ല, അത് പ്രവർത്തിക്കത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാൾ, കർത്താവ് തന്നെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവ് പിതാവിനോട് ചോദിച്ചിട്ട് തരും. അതാണ് പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവ് വന്നത്. കാത്തിരിക്കുക, ഉറപ്പോടെ കാത്തിരിക്കുക. ഒരു ദിവസത്തെ ശുശ്രൂഷയാക്കാതെ ദിനംപ്രതി യേശുവിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ചോദിക്കാം. എന്നും നമ്മൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, ഉറ്റ ബന്ധം. എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു, പ്രാണപ്രിയനായ യേശുവിനെ അല്ലാതെ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തർ വിളിച്ചു വരുമ്പോൾ ഞാൻ ചിന്തിക്കും, അവരുടെയൊക്കെ നില എത്രയോ ഉയർന്നതാണ് കർത്താവേ, എത്രയോ ഉയർന്ന നില. അങ്ങനെ നമുക്ക് പ്രാണപ്രിയനായൊരു യേശു എനിക്കുണ്ട്, അവൻ എന്നെ കരുതുന്നവനാണെന്ന് പറയാനുള്ള കൃപയുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നീ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീകൾ നിന്നെ കണ്ടു. അവരെല്ലാം പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിച്ചില്ല കർത്താവേ. തോമസ് അവിടെ ഇല്ലായിരുന്നപ്പോൾ തോമസ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണണം, കൈകൊണ്ട് തൊടണം, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം, എന്നാലേ വിശ്വസിക്കുന്നു. അത് എഴുതിത്തള്ളി മാറ്റിയില്ല ദൈവം. 8 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് കടന്നു വന്നിട്ട് സമാധാനം കൊടുക്കുകയാണ്. എപ്പോൾ യേശു വരുന്നു അവിടെ സമാധാനമുണ്ട്. സമാധാനമില്ലാതെ അലയുന്ന എത്രയോ ഭവനങ്ങളുണ്ട്. കരുണ തോന്നണമേ, സമാധാനം കൊടുക്കണമേ. സമാധാനത്തിൻ്റെ ആത്മാവ് നിന്നിൽ മാത്രമേ ഉള്ളപ്പിച്ച. ആ സമാധാനം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് ചിന്തിപ്പാനും നിന്നെ കൂടുതൽ അറിയുമ്പോൾ ഞങ്ങളെയാണ് കൂടുതൽ അറിയുന്നത്. നിന്നെ അറിയുവാനും നിന്നെ കൂടുതൽ അറിയുന്നതോറും ഞങ്ങളെ തന്നെ ഞങ്ങൾ അറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഒന്ന് ഉറപ്പിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെന്തക്കോസ്തി ദിവസം വരുമ്പോഴത്തേക്ക് ഒരു പുതു സൃഷ്ടിയായി ആത്മാവിൻ്റെ ഒരു തേജസ് സുനാമി പോലെ ദേശത്ത്, ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ദേശത്ത്, പ്രവൃത്തി മണ്ഡലങ്ങളിൽ അയച്ചു തന്നേ പറ്റും. കർത്താവേ, നീ കാറ്റ് പോലെ അടിക്കുന്നൊരു ദൈവമാണ്. കാറ്റ് എവിടുന്ന് വരുന്നു, കാറ്റ് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളതറിയും. പെന്തക്കോസ്തി ദിവസത്തിൽ അത് നടന്നു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ കടന്നു വരെയാണ് ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ തീഷ്ണതയായിട്ട് പ്രാർത്ഥിപ്പാൻ, വീര്യമായിട്ട് പ്രാർത്ഥിക്കാൻ, തീഷ്ണതയായിട്ട് പ്രാർത്ഥിക്കാനുള്ള ആളുകളെ ഒരുക്കണമേ. നമ്മുടെ സഭകളിൽ, നമ്മുടെ ചുറ്റുപാടും നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഏറ്റെടുക്കണമേ. ഇതാണ് പറയുന്നുണ്ടല്ലോ, നമ്മൾ ദൈവത്തിനെ അട്ടഹസിച്ച് ദൈവത്തെ സ്തുതിച്ചില്ല എങ്കിൽ മണൽത്തരികൾ നിന്നെ സ്തുതിക്കും. അങ്ങനെ ആകാതെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നാഥ. ഇത് മറ്റുള്ളവർക്കാകാതെ അവനവൻ്റെ ഭവനത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള കൃപ തരണമേ നാഥൻ. അത് ചെയ്തേ പറ്റൂ കർത്താവേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.